പ്രമുഖ വിഭാഗങ്ങളിലൊന്നാണ് ഇന്ത്യൻ വ്യോമസേന. കരസേന, നാവികസേന എന്നിവയാണ് മറ്റു രണ്ട് വിഭാഗങ്ങൾ. ഇന്ത്യയുടെ വ്യോമസൈനിക പ്രവർത്തനങ്ങളുടെ ചുമതലയുള്ള സേനാ വിഭാഗമാണ് ഇന്ത്യൻ വായുസേന. ഏകദേശം 1,70,000 അംഗബലമുള്ള ഇന്ത്യൻ വായുസേന ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ വായുസേനയാണ്. എയർ ചീഫ് മാർഷൽ ബിരേന്ദർ സിംഗ് ധനോവയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഇപ്പോഴത്തെ മേധാവി. ഇനി ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിലേക്ക് നീങ്ങാം. ഇന്ത്യൻ എയർഫോഴ്സ് ആക്ട് അനുസരിച്ച് 1932 ഒക്ടോബർ 8 ഇന്ത്യൻ വ്യോമസേന രൂപീകൃതമായി. തുടക്കത്തിൽ 6 ഓഫീസർമാരും 19 ഭടന്മാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ എളിയ രീതിയിൽ ആയിരുന്നു തുടക്കമെങ്കിലും 5 വർഷത്തിനുള്ളിൽ അഥവാ 1938 ഫ്ലൈറ്റുകളുടെ എണ്ണം 3 ഉയരുകയും ഒരു സ്ക്വാഡ്രൻ നിലവിൽ വരികയും ചെയ്തു. 1937 വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിലും 1939 ബർമ മുന്നണിയിൽ ഗോത്രവർഗങ്ങൾക്കെതിരായും വ്യോമസേന പ്രവർത്തനനിരതമാവുകയുണ്ടായി. ഇവയായിരുന്നു യുദ്ധരംഗത്ത് ഭാരതീയ വായുസേനയുടെ ആദ്യകാല പ്രായോഗികാനുഭവം. 2ാം ലോക മഹായുദ്ധത്തിലെ സജീവ പങ്കാളിത്തത്തോടെ ഇന്ത്യൻ വ്യോമസേന ഏറെ പ്രായോഗികാനുഭവങ്ങൾ നേടുകയും വികാസം പ്രാപിക്കുകയും ചെയ്തു. 2ാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ ഭാരതീയ വായുസേനയ്ക്ക് 9 സ്ക്വാഡ്രനുകൾ നിലവിൽ വന്നു കഴിഞ്ഞിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിൽ വഹിച്ച ധീരമായ പങ്കു കണക്കിലെടുത്ത് ഈ സേനയ്ക്ക് റോയൽ എന്ന ബഹുമതി പദം നൽകിയതോടെ ഇതിന്റെ പേര് റോയൽ ഇന്ത്യൻ എയർഫോഴ്സ് എന്നായി മാറി. ആദ്യകാലത്ത് സേനയുടെ പ്രധാന ഔദ്യോഗിക സ്ഥാനങ്ങളെല്ലാം ബ്രിട്ടീഷുകാർ ആയിരുന്നു നിയമിക്കപ്പെട്ടിരുന്നത്. ക്രമേണ ഇന്ത്യക്കാരെ പ്രധാന സ്ഥാനങ്ങളിൽ നിയമിക്കാൻ തുടങ്ങി. പരിശീലനക്കാരും സാങ്കേതിക വിദഗ്ധരും കൂടുതൽ ഇന്ത്യക്കാർ നിയമിക്കപ്പെടുകയും ചെയ്തതോടെ സേനയിലെ ഇന്ത്യക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു. ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെ സേനയുടെ നാമം ഇന്ത്യൻ വ്യോമസേന എന്നായി മാറി. പുതിയ പ്രതീകങ്ങളും ചിഹ്നങ്ങളും പ്രത്യക്ഷപ്പെട്ടു. എയർ മാർഷൽ സുബ്രതോ മുഖർജി ഇന്ത്യൻ വ്യോമസേന മേധാവിയായി 1954 നിയമിതനായതോടെ വ്യോമസേനയിലെ ഭാരതവൽക്കരണം പൂർണ്ണമായി. ഐക്യരാഷ്ട്രസഭയുടെ നിയോഗങ്ങളനുസരിച്ചുള്ള ചില പ്രവർത്തനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ വളർച്ചയ്ക്ക് സഹായകമായിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശാനുസരണം 1960 ജൂലൈ മാസത്തിൽ കോങ്കോയിലേക്ക് ഏതാനും വ്യോമസൈനികരെ ഇന്ത്യയിൽ നിന്നും അയക്കുകയുണ്ടായി. മികച്ച വൈദഗ്ധ്യവും ശ്രദ്ധയും ആവശ്യമുള്ള ജോലികളായിരുന്നു ഇന്ത്യൻ സൈനികർക്ക് അവിടെ നിർവഹിക്കേണ്ടി വന്നത്. ഇരുൾമൂടിയ വനപ്രദേശങ്ങളിലും ചതുപ്പ് നിലങ്ങളിലും കുടുങ്ങിപ്പോയവർക്ക് ഭക്ഷണം നൽകുക, അവരെ രക്ഷാകേന്ദ്രങ്ങളിൽ എത്തിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ സൈനികർ കോങ്കോയിൽ നിർവഹിക്കുകയുണ്ടായി. 1965 പാകിസ്ഥാന്റെ ആക്രമണം ഇന്ത്യൻ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം ഒരു അഗ്നി പരീക്ഷണമായിരുന്നു. 1965 സെപ്റ്റംബർ 1 പാകിസ്ഥാൻ സേന അന്തർദേശീയ അതിർത്തി ലംഘിച്ച് ഇന്ത്യയിലേക്ക് തള്ളിക്കയറുകയുണ്ടായി. പാകിസ്ഥാന്റെ കവചിത സേനാ വിഭാഗമായിരുന്നു ഈ ആക്രമണത്തിൽ പ്രധാന പങ്കുവഹിച്ചത്. മണിക്കൂറുകൾക്കകം തന്നെ ഇന്ത്യൻ വ്യോമസേന ഈ കടന്നാക്രമണത്തിനു ശക്തമായ തിരിച്ചടി നൽകുകയുണ്ടായി. പാകിസ്ഥാന്റെ 25 ടാങ്കുകൾ പ്രവർത്തനരഹിതം ആക്കാനും 73 പാക് വിമാനങ്ങൾ നശിപ്പിക്കാനും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഒറ്റ ദിവസം കൊണ്ട് കഴിഞ്ഞു. ആ യുദ്ധത്തിൽ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടതാകട്ടെ 2 വാമ്പയർ വിമാനങ്ങൾ മാത്രം. അടുത്ത 20 ദിവസങ്ങൾക്കകം പാകിസ്ഥാൻ കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ട് വ്യോമസേനാ മേധാവിത്വം തങ്ങൾക്കാണെന്ന് ഇന്ത്യ അസന്ദിഗ്ധമായി തെളിയിച്ചു. ശത്രുരാജ്യത്തിലേക്ക് കടന്നു ചെന്ന് പ്രത്യാക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നതിലും ഇന്ത്യൻ വ്യോമസേന അതുല്യ ശക്തിയാണെന്ന് 1965 യുദ്ധം തെളിയിച്ചു. ഈ യുദ്ധത്തിനു ശേഷം ഇന്ത്യൻ വ്യോമസേന അത്യാധുനിക യുദ്ധമുറികളിൽ പ്രത്യേകം പരിശീലനം നേടി. 1971 ഇന്ത്യ പാക് യുദ്ധം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് മറ്റൊരു അഗ്നി പരീക്ഷണമായിരുന്നു. അവചാരിതമായി പാകിസ്ഥാൻ ഒരു മിന്നലാക്രമണമാണ് അന്ന് നടത്തിയെങ്കിലും കനത്ത തിരിച്ചടി നൽകാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഏറെ നേരം വേണ്ടിവന്നില്ല. 1971 നവംബർ 22 4 പാകിസ്ഥാൻ സാബർജറ്റ് യുദ്ധവിമാനങ്ങൾ ഭാരതത്തിന്റെ കിഴക്കേ അതിർത്തി കടന്ന് മിന്നലാക്രമണം നടത്തുകയും അവയെ ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തതോടെയാണ് സംഘർഷം മൂർച്ഛിച്ചത്. വെടിയേറ്റ വിമാനത്തിൽ നിന്നും പാരച്യൂട്ട് ഉപയോഗിച്ച് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച 2 പാകിസ്ഥാൻ പൈലറ്റുകളെ പിടികൂടി തടവുകാരാക്കുകയും ചെയ്തു ഇന്ത്യ. പാകിസ്ഥാൻ 1971 ഡിസംബർ 3 അതിരൂക്ഷവും മുൻകൂട്ടി പ്ലാൻ ചെയ്തതുമായ മിന്നലാക്രമണങ്ങൾ നടത്തുകയുണ്ടായി. ശ്രീനഗർ, അവന്തിപ്പൂർ, പത്താൻകോട്ട്, ജോധ്പൂർ, അംബാല, ആഗ്ര മുതലായ സ്ഥലങ്ങളിൽ ഒരേ സമയം പാകിസ്ഥാൻ ആക്രമണം നടത്തി. അന്നു രാത്രി തന്നെ ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകി. പാകിസ്ഥാനിലെ ചന്ദേരി, ഷെർകോട്ട്, സർഗുജ, മറി, കറാച്ചി, റാവൽപിണ്ടി മുതലായ സ്ഥലങ്ങളിൽ ബോംബാക്രമണം മൂലം ഭീമമായ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു.
ഇന്ത്യൻ വ്യോമസേനയ്ക്ക് തിരിച്ചടിക്കാൻ കഴിയുമെന്ന വിശ്വാസം ഇന്ത്യൻ സൈനികരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. അത്യാധുനിക യുദ്ധോപകരണങ്ങൾ കൊണ്ടോ യുദ്ധവിമാനങ്ങൾ കൊണ്ടോ സംഖ്യാബലം കൊണ്ടോ മാത്രം ഒരു വ്യോമസേനയ്ക്കും നിർണായക വിജയം നേടാനാവില്ല. അത്യാധുനിക രീതിയിലുള്ള നിരന്തരമായ പരിശീലനവും മികച്ച വൈദഗ്ധ്യവും കൂടിയുണ്ടെങ്കിലേ വിജയം സുനിശ്ചിതമാവുകയുള്ളൂ. ഈ ലക്ഷ്യം നേടുന്നതിന് ഇന്ത്യയിൽ അനേകം പരിശീലന സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. ഹൈദരാബാദിലുള്ള എയർഫോഴ്സ് അക്കാദമിയിൽ ഫ്ലൈയിംഗ് ഓഫീസർമാർക്കും മറ്റു വ്യോമസേന ജീവനക്കാർക്കും മികച്ച രീതിയിലുള്ള പരിശീലനം നൽകി വരുന്നു. വ്യോമസേനയിലേക്ക് ആവശ്യമുള്ള സാങ്കേതിക വിദഗ്ധന്മാരെ പരിശീലിപ്പിക്കുന്ന സ്ഥാപനം എന്ന നിലയ്ക്ക് എയർഫോഴ്സ് ടെക്നിക്കൽ കോളേജും ഭരണ വിദഗ്ധന്മാരെ പരിശീലിപ്പിച്ചെടുക്കുന്നതിന് എയർഫോഴ്സ് അഡ്മിനിസ്ട്രേറ്റീവ് കോളേജും നിലവിലുണ്ട്. പരിശീലനത്തിനും സാങ്കേതിക പഠനങ്ങൾക്കുമായി ഇന്ത്യൻ വ്യോമസേനയിലെ ഓഫീസർമാരെയും സാങ്കേതിക വിദഗ്ധന്മാരെയും വിദേശ രാജ്യങ്ങളിലെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ അയക്കാറുണ്ട്. ഇന്തോനേഷ്യയിലെ എയർഫോഴ്സ് ആൻഡ് കമാൻഡ് കോളേജിൽ ഇന്ത്യയിൽ നിന്നും ഓഫീസർമാരെ പരിശീലനത്തിന് അയക്കാറുണ്ട്. നമ്മുടെ വ്യോമസേന സ്ഥാപനങ്ങളിൽ സുഹൃത്ത് രാജ്യങ്ങളിലെ ഓഫീസർമാർക്കും പരിശീലനം നൽകാറുണ്ട്. വ്യോമസേന പരിശീലന സ്ഥാപനങ്ങളിൽ നിന്ന് വിജയകരമായി പരിശീലനം കഴിഞ്ഞ് കമ്മീഷൻ ചെയ്യുന്ന ഓഫീസർമാരെ വ്യോമസേനയുടെ വിവിധ ശാഖകളിൽ നിന്ന് പൈലറ്റ് ഓഫീസർ റാങ്കിൽ നിയമിക്കുക എന്നതാണ് സാധാരണ പതിവ്. ഒരാധുനിക യുദ്ധവിമാനത്തിന് 60 ലക്ഷം രൂപയോളം വില വരുമെന്നതുകൂടി കണക്കിലെടുത്താണ് വിമാനത്തിന്റെയും പൈലറ്റിന്റെയും സുരക്ഷിതത്വം പരമാവധി ഉറപ്പുവരുത്തുന്നത്. തന്റെ റാങ്ക് എന്തു തന്നെയായാലും പൊതുശാഖയിലെ ഒരു പൈലറ്റ് തന്റെ വ്യോമവാഹനത്തിന്റെ ക്യാപ്റ്റനാണ്. ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് പല പ്രത്യേക ആനുകൂല്യങ്ങളോടൊപ്പം കനത്ത ഉത്തരവാദിത്വവും അയാൾക്കുണ്ട്. വ്യോമവാഹനങ്ങളും വിവിധതരം സാങ്കേതിക ഉപകരണങ്ങളും പ്രയോഗക്ഷമമായ വിധത്തിൽ സൂക്ഷിക്കേണ്ടത് സാങ്കേതിക ശാഖകളിലെ ഓഫീസർമാരുടെ ചുമതലയാണ്. പുതിയ തരം ഉപകരണങ്ങൾ പരിഷ്കരിക്കുന്നതിലും സാങ്കേതിക ശാഖകളിലുള്ളവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു എഞ്ചിനീയർ ഓഫീസർക്ക് സ്ഥിരം താവളങ്ങളിൽ എന്ന പോലെ സജീവ സേവന രംഗത്തും പ്രവർത്തിക്കേണ്ടി വരും. വ്യോമവാഹനങ്ങൾ പറപ്പിക്കാൻ പാകത്തിൽ എപ്പോഴും പ്രവർത്തനക്ഷമമാക്കി വെക്കേണ്ടതും അവയുടെ അറ്റകുറ്റപ്പണികൾ തീർത്ത് പരിഷ്കാരങ്ങൾ വരുത്താൻ അപ്പോഴപ്പോൾ ശ്രദ്ധിക്കേണ്ടതും എഞ്ചിനീയർമാരാണ്. സമാധാന കാലത്ത് വ്യോമസേനയുടെ സേവനം മറ്റു രംഗങ്ങളിലും ഉപയോഗപ്പെടുത്താറുണ്ട്. വളരെ വേഗത്തിൽ ചരക്കു കയറ്റിറക്കി നിർവഹിക്കേണ്ടി വരുമ്പോഴും വെള്ളപ്പൊക്കം മൂലമോ മറ്റു കാരണങ്ങളിലാലോ ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥലങ്ങളിൽ ഭക്ഷണ പദാർത്ഥങ്ങളും മറ്റു ആകാശമാർഗം വിതരണം നടത്തേണ്ടി വരുമ്പോഴും വ്യോമസേനയുടെ സേവനം വളരെയധികം ഉപകാരപ്രദമാണ്. ഇപ്പോൾ ഉപയോഗത്തിലുള്ള യുദ്ധവിമാനങ്ങൾ പറയാം. സുഖോയ് 13 MKI, തേജസ്, MiG-29, MiG-27, ജാഗ്വാർ, ഡസാൾട്ട്, മിറാജ് 2000, MiG-21, ഡസാൾട്ട്, റാഫേൽ. സ്റ്റേഷനറി, ഫർണിച്ചർ എന്നിവ ഒഴികെ വ്യോമസേനയ്ക്ക് ആവശ്യമായ ധാരാളം സാധന സാമഗ്രികളുടെ സംഭരണവും വിതരണവും ഉപകരണ ശാഖയിലാണ് നടക്കുന്നത്. ഹിമാലയൻ പോസ്റ്റുകളിലും സമതല പ്രദേശങ്ങളിലും ഏത് കാലാവസ്ഥയെയും അതിജീവിച്ചുകൊണ്ട് സൈനികാവശ്യങ്ങൾക്കുള്ള വിതരണ ശൃംഖല നിലനിർത്താൻ കഴിവുള്ളവയാണ് AN-20 വിമാനങ്ങൾ. ഇന്ത്യൻ വ്യോമസേനയുടെ കൈത്തിറക്കു വിമാനങ്ങളായി ഇവ പറക്കും കോട്ടകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വ്യോമസേനയ്ക്കു വേണ്ടി പുതിയ വിമാനത്താവളങ്ങൾ നിർമ്മിക്കുന്നതിലും നിലവിലുള്ള വിമാനത്താവളങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും വളരെയധികം പുരോഗതി ഉണ്ടായിട്ടുണ്ട്. പശ്ചിമപൂർവ്വ മേഖലകളിലാണ് പുതിയ വിമാനത്താവളങ്ങൾ കൂടുതലും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ജയ്സാൽമർ, ഉത്തർലായ്, അമൃതസർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ പുതിയ വിമാനത്താവളങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. കരുതൽ താവളങ്ങളായാണ് ഇവയിൽ പലതും കരുതപ്പെട്ടിട്ടുള്ളത്. ആധുനിക സാങ്കേതിക മാർഗങ്ങൾ ഉപയോഗിച്ച് പ്രധാനപ്പെട്ട സൈനിക വിമാനത്താവളങ്ങൾ ശത്രുക്കൾക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ ആവാത്ത വിധം മറച്ചുവെക്കുന്നതിലും ഇന്ത്യൻ വിദഗ്ധന്മാർ വിജയിച്ചിട്ടുണ്ട്. വിമാനത്താവളങ്ങളുടെയും വിമാനങ്ങളുടെയും വ്യോമയുദ്ധങ്ങളുടെയും അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി നിർവഹിക്കുന്നതിനുള്ള സജ്ജീകരണവും ഇത്തരം വിമാനത്താവളങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. 1971 അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഇലക്ട്രോണിക് വാർത്താവിനിമയ സംവിധാനങ്ങൾ വിപുലമായ തോതിൽ വിമാനത്താവളങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളതും ഭാവിയിൽ ഏറെ പ്രയോജനപ്പെടുമെന്ന് കരുതേണ്ടിയിരിക്കുന്നു. സ്വാതന്ത്ര്യപ്രാപ്തിക്കു ശേഷം പ്രധാനപ്പെട്ട 4 യുദ്ധങ്ങളിൽ പങ്കെടുക്കുകയും അതിവിശാലമായ ഇന്ത്യയുടെ വൈവിധ്യമാർന്ന അതിർത്തികളിലും വിഭിന്ന കാലാവസ്ഥകളിലും ദൈനംദിനം പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തതിന്റെ ഫലമായി ഇന്ന് ഇന്ത്യൻ വ്യോമസേന ശക്തിയിലും കഴിവിലും സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതിലും ഒരു വൻ ശക്തിയായി വളർന്നിട്ടുണ്ട്. ഇന്ത്യൻ വ്യോമസേനയിലെ പൈലറ്റുകൾ തികച്ചും പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും അതിസൂക്ഷ്മത നിറഞ്ഞതും അത്യാധുനികവുമായ യുദ്ധവിമാനങ്ങൾ പറത്തുന്നതിലും അവ ശത്രുരാജ്യങ്ങൾക്കു നേരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നതിലും എല്ലാം പരിശീലനം നേടിക്കഴിഞ്ഞിരിക്കുന്നു. യുദ്ധവിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ തീർക്കുന്നതിലും യുദ്ധവിമാന നിർമ്മാണ രംഗത്തും ഇന്ത്യൻ വിദഗ്ധന്മാർ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. വിമാനത്തിന്റെ അഭികൽപ്പന, വികസനം, നിർമ്മാണം എന്നിവ സുദീർഘമായ ഒരു പ്രക്രിയയാണ്. വളരെയേറെ മുതൽ മുടക്കും അതിനാവശ്യമാണ്.
ഇന്ത്യൻ വ്യോമസേന ആദ്യകാലം മുതൽ നിലവിലുള്ള കാലം വരെ എങ്ങനെയാണ് ഉയർന്നത് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. പല രാജ്യങ്ങൾക്കെതിരെ സ്നേഹപരമായും യുദ്ധപരമായുമാണ് ഇന്ത്യ പെരുമാറിയത്. കഠിന പരിശ്രമവും പരിശീലനവും എല്ലാ ശാസ്ത്രജ്ഞരുടെയും കഴിവ് കൊണ്ടുമാണ് ഇന്ത്യൻ വ്യോമസേന ഇന്ന് ഈ നിലയിലെത്തിയത്. ലോകത്തിൽ ഏറ്റവും ശക്തമായ 4ാമത്തെ വ്യോമസേനയുള്ള രാജ്യമാണ് ഇന്ത്യ. അന്ന് പാകിസ്ഥാൻ ഇന്ത്യയോട് മുട്ടിയത് യുദ്ധവിമാനങ്ങളുടെ ലഭ്യത കുറവ് കൊണ്ടാണ്. പക്ഷെ അന്നു തന്നെ അതിനുള്ള തിരിച്ചടി ഇന്ത്യ നൽകിയിട്ടുണ്ട്.